ചെന്നുകയറാൻ പാടില്ലാത്ത വിശുദ്ധ കുർബാനയായിരുന്നു നിന്റെ ഹൃദയം. വഴിപിഴച്ചു പോയവളുടെ കുമ്പസാരത്തിന്റെ ഭാരം കൊണ്ടാവാം പ്രാർത്ഥനകൾ മുടങ്ങിയ കുരിശുപള്ളിക്കിപ്പുറം വിലാപകാവ്യങ്ങൾ മുഴങ്ങിക്കേൾക്കുന്ന ശ്മശാന ഭൂമിയിൽ ഓർമ്മകൾ ശവക്കല്ലറയിലകപ്പെട്ടത്. പറയാൻ കഥകൾ ഏറെയുണ്ടായിട്ടും കേൾവിക്കാരില്ലാതെ പോയ ഒരുവളുടെ ആത്മാവ് എഴുതി തുടങ്ങുകയാണ്. അവൾ കവിതകളാവുകയാണ്. മലയാളിയുടെ വായനാനുഭവത്തിന് മനോഹരമായ ദൃശ്യാനുഭവത്തിന്റെ പുതിയ ഭാവുകത്വം സമ്മാനിച്ച കീർത്തി ജ്യോതിയുടെ 40 കവിതകളുടെ സമാഹാരമാണ് നൂൽപ്പാലം. ഹൃദയത്തിൽ തൊട്ട് കടന്നു പോകുന്ന നൂൽപ്പാലം. പ്രണയത്തോളം പൈങ്കിളിയാവാൻ മറ്റെന്തിനാണ് സാധിക്കുക? നൂൽപ്പാലത്തിലൂടെയുള്ള യാത്ര ഹൃദ്യമായിരുന്നു. ഇടയ്ക്ക് വായന നിർത്തി ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, സാരമില്ല പോട്ടെ. വിജനതയിലേക്ക് നോക്കിയിരുന്ന നിമിഷങ്ങളിൽ മനസ്സറിയാതെ കവിതകളാകുന്നത് പോലൊരു അനുഭവം. സ്നേഹിക്കാനും വിലമതിക്കപ്പെടാനും ആഗ്രഹിക്കാത്തവരായി ആരാണ് ഈ ഭൂമിയിലുള്ളത്? സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞിട്ടും വേണ്ടെന്ന് വെച്ച ഇഷ്ടങ്ങളെ തുറന്നെഴുതിയ അക്ഷരത്തെറ്റുകൾക്ക് കാഠിന്യമേറുകയാണ്. പ്രിയപ്പെട്ടവളെ, നിന്റെ ഈ അക്ഷരത്തെറ്റുകൾ തീവ്രമാണ്. നീ തന്ന അവസാനത്തെ മുറിവും തുന്നിക്കെട്ടുന്ന തിരക്കിലാണ്. വലിച്ചു മുറുക്കി കൂടെ നിൽക്കുന്ന കുറെ സ്നേഹങ്ങളുണ്ട് കൂട്ടിന്. ആ സ്നേഹങ്ങളുടെ തണലിലല്ലേ നാം ജീവിക്കേണ്ടത്? വായന നിങ്ങളെ മനുഷ്യനാക്കുക മാത്രമല്ല, നിങ്ങളുടെ അനുഭവങ്ങളെ അക്ഷരങ്ങളാക്കാനുള്ള വലിയ പ്രചോദനം നൽകുകയാണ്. അതിനുള്ള ഏറ്റവും വലിയ മാതൃകയാണ് കീർത്തി ജ്യോതി. അവരിവിടെ പ്രണയമാവുകയാണ്. ആ പ്രണയം കവിതകളായി ഒഴുകി തുടങ്ങിയിരിക്കുന്നു.